നമ്മൾ ആരിലും കുറ്റങ്ങൾ ആരോപിക്കാനായിട്ട് പാടില്ല. എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയണം. കാരണം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഹനുമാന്റെയും സീതാദേവിയുടെയും ശ്രീരാമന്റെയും ഒരു കഥയാണ്. ഒരിക്കൽ ഒരു മഹർഷി ഇരുന്നിട്ട് വായിക്കുകയാണ്, രാമായണം വായിക്കുകയാണ്. അതിലെ അശോകവനിയിലെ സീതാഭാഗമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. രാമായണം വായിക്കുമ്പോൾ രാമനാമം ചൊല്ലുമ്പോഴൊക്കെയും ഹനുമാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണല്ലോ പറയുക. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഇദ്ദേഹം അശോകവനിയിലുള്ള പൂക്കളെല്ലാം വെളുത്ത നിറമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹനുമാൻ അവിടെ നല്ല ചാടി എണീറ്റ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഹനുമാനെ കണ്ടേ, എല്ലാവർക്കും നല്ല സന്തോഷമായി ഹനുമാൻ വന്നത് കണ്ടപ്പോൾ വേഗം നമസ്കരിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ ഹനുമാൻ എന്താ പറയുന്നറിയോ, അങ്ങ് എന്താണ് ഈ വായിച്ചുകൊണ്ടിരിക്കണത്? അശോകവനിയിലെ പൂക്കളൊക്കെ വെളുത്ത പൂക്കളാണെന്നോ? അങ്ങനെയല്ല, ചുവന്ന പൂക്കളാണ്, ഞാൻ കണ്ടതല്ലേ അത് എന്ന് ചോദിച്ചു. കാരണം ഹനുമാനാണല്ലോ ആദ്യം അശോകവനിയിലേക്ക് പോയത്, അപ്പോൾ കണ്ടു എന്നാണ് പറയണതേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വെളുത്ത പൂക്കൾ എന്നാണ്, ശാസ്ത്രം ഒരിക്കലും തെറ്റില്ലല്ലോ, ഞാൻ അതാണ് വായിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ഹനുമാൻ അല്ല എന്ന് പറഞ്ഞിട്ട് വേഗം ശ്രീരാമൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു, സീതാദേവിയുടെയും അടുത്തേക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, അതെ അവിടെ ഒരു മഹർഷി ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്, അവിടെ പറയണത് അശോകവനിയിലെ പൂക്കളെല്ലാം വെളുത്ത പൂക്കൾ എന്നാണ് പറയണത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഞാൻ പോയി കണ്ടതല്ലേ, അതെല്ലാം ചുവന്ന പൂക്കളാണെന്ന് പറഞ്ഞു. അങ്ങൊന്ന് അവിടം വരെ വന്നിട്ട് ഒന്ന് തെളിയിക്കണം, അതങ്ങനെയല്ല, തെറ്റായിരുന്നു എന്നൊന്ന് തെളിയിച്ചിട്ട് ചുവന്ന പൂക്കളാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമനും സീതാദേവിയും ഹനുമാനും എല്ലാവരും കൂടിയിട്ട് ഈ മഹർഷിയുടെ അവിടേക്ക് എത്തി. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടോ. എന്നിട്ട് അങ്ങ് എന്താ വായിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടുത്തെ അശോകവനിയിലെ പൂക്കൾ വെളുത്തതാണെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്, അശോകവനിയിലെ പൂക്കൾക്കെല്ലാം വെളുത്ത നിറമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹനുമാൻ ഒരു സംശയം, എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞതെന്ന്. എന്നിട്ട് ഹനുമാന്റെ അടുത്തും പറഞ്ഞു കൊടുക്കുക. കാരണം ഹനുമാൻ അവിടെ എത്തിയ സമയത്തെ രാവണനോട് അത്രയധികം ദേഷ്യമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളായിരുന്നു ഹനുമാനെ. ആ കണ്ണുകൾ വെച്ച് നോക്കിയപ്പോഴാണ് ഈ വെളുത്ത പൂക്കൾ ചുവന്ന പൂക്കളായിട്ട് കാണപ്പെട്ടത്. അതങ്ങനെയാണല്ലോ, മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ മഞ്ഞയായിട്ട് കാണുമെന്ന് പറയാം നമ്മൾ. അതേപോലെ തന്നെ ആ ദേഷ്യം കൊണ്ടുള്ള ചുവന്ന കണ്ണുകളായതുകൊണ്ടാണ് ആ വെളുത്ത പൂക്കൾക്ക് ചുവന്ന നിറത്തിൽ കാണപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹനുമാന് തൻ്റെ തെറ്റ് മനസ്സിലായത്. അങ്ങനെ എല്ലാവരും അവിടെ മഹർഷിമാരും അവിടെ കൂടെയുള്ള എല്ലാവരും ഇവരെ നമസ്കരിച്ചു. അങ്ങനെ മഹർഷി പറഞ്ഞു, അങ്ങനെ ഒരു വഴക്കുണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് എല്ലാവരെയും ദർശിക്കാനായിട്ട് സാധിച്ചത് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നമസ്കരിച്ചത്.